അപ്പോൾ ജെറ്റ് ഫാന് കുറച്ചും കൂടി പവർഫുള്ളായ ഒരു മോട്ടോറൊക്കെ വന്നിട്ടുണ്ട്. ഇത് BLDC അല്ലെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ പരിപ്പെടുത്ത് പൊളിച്ചിട്ട് BLDC അല്ല, സാധാ മോട്ടർ തന്നെയാണ്. ലിഥിയം ബാറ്ററി 48 എന്ന് പറയുന്ന ലിഥിയം ബാറ്ററി. ഇവിടെ 48 വോൾട്ട് എന്ന് പറയുന്ന 48 വോൾട്ട് അല്ല കേട്ടോ. ഇത് ചെക്ക് ചെയ്തപ്പോൾ 21 വോൾട്ടാണ്. അപ്പോൾ പിന്നെ എന്തിനാ കമ്പനി അങ്ങനെ എഴുതിയത് അതൊന്നും എനിക്കറിയില്ല. 48 V എന്ന് എഴുതിയിട്ടുണ്ട്, 21 വോൾട്ടേ ഉള്ളൂ. പിന്നെ പവർഫുള്ളാണ്. നമുക്കൊന്ന് അടിച്ച് കാണിക്കാത്. ആവു അടിപൊളി കേട്ടോ. ആരൊക്കെ ചോദിച്ചിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്ന ഒരു ഫാൻ ഇട്ടിട്ട് ഇതുകൊണ്ട് എങ്ങനെ അടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ജെറ്റ് ഫാൻ നേരത്തെ ഇട്ടിരുന്നല്ലോ, കുറഞ്ഞ ചെറുത്. ഇത് കുറച്ചുകൂടി പവർഫുള്ളാണ്, പറ്റുന്നുണ്ട്, അടിച്ചു തരാൻ പറ്റുന്നുണ്ട്. അടിപൊളി. ഓട്ടിക്കായില്ലേ ഇത്രയും ഭാഗം നമ്മളെ വീടിൻ്റെ റോഡൊക്കെ അടിച്ചു വരി. അപ്പോൾ അത് ഭയങ്കര പവർ. ഈ 21 വോൾട്ട് ലിഥിയം ബാറ്ററി നേരെ ഇതിൻ്റെ അകത്തുള്ളൊരു മോട്ടോർ കണ്ട് കൊടുക്കുകയാണ്. എത്ര ദൂരത്തേക്കാ എയർ പോണ് അവിടെ കണ്ടല്ലേ. ഞാനതിൻ്റെ മുഖത്തൊക്കെ അടിച്ചു. ഓ ഇത് മറ്റേ വരില്ല. അപ്പോൾ അടിപൊളി അടിപൊളി കേട്ടോ. മുടിയൊക്കെ ഉണക്കാൻ സ്ത്രീകൾക്കൊക്കെ പറ്റും. നനഞ്ഞ കുപ്പായൊക്കെ കണ്ടിട്ടിട്ട് അല്ലേ, ഡ്രസ്സൊക്കെ കണ്ടിടുക, പാൻറ്റും ഡ്രസ്സൊക്കെ നനഞ്ഞിടാൻ. ഇത് പിടുത്തം പെട്ടെന്ന് പോകല്ലേ. എനിവേ, അപ്പോൾ നിങ്ങളൊക്കെ ഇനി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിൻ്റെ പ്രൈസായിരിക്കും. ആദ്യത്തെ വില ഇല്ല കേട്ടോ. ആദ്യം എനിക്ക് തോന്നുന്നു ആ ഒരു ഫാൻ ഞാൻ ജെറ്റ് 1600 രൂപയ്ക്കായിരുന്നു കൊറിയർ ചാർജോട് കൂടി. ഇത് അതിലും കുറച്ച് എത്രയ്ക്ക് തരാൻ പറ്റുമെന്ന് നോക്കട്ടെ. നോക്കാം നമുക്ക് ഇതിൻ്റെ കൂടെ എന്തൊക്കെയുണ്ട്. ഇതൊക്കെ ഓട്ടോ ആക്കുകയാണ്, മോട്ടറൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ അടുത്ത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ വീടും ഇതേപോലെ ഓട്ടോമാറ്റിക് ആക്കാം, കാണിച്ചു തരാം. വരെ സോഫ്റ്റ് ബേയിലെ കിൻഫ്ര കാക്കഞ്ചേരി സോഫ്റ്റ് ബേയിൽ സാധനം എത്തിയിട്ടുണ്ട്. ഇത് ഡൽഹിയിൽ നിന്നല്ല, ഇത് ഇവിടെ നിന്ന് തന്നെയാണ് വരുന്നത്. സംഭവം ചൈനൻ്റെ തന്നെയാണ്. ഒരു ബാറ്ററി ഉള്ളൂ, 2 എണ്ണം ഇല്ലാതെ ചാർജ് ചെയ്യാം കേട്ടോ. ഇത് 2 എണ്ണം ആകുമ്പോൾ 1600 രൂപ കൊടുക്കാൻ പറ്റും. ഇത് സിംഗിൾ ബാറ്ററി 1200 രൂപ മതി. ഇനി പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത്. ഒരു ആവറേജ് പ്രൈസാണ് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നതിൻ്റെ. കൊറിയർ ചാർജുകൾ കൊടുക്കണ്ട കേട്ടോ. 1200 രൂപയ്ക്ക് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളെ വീട്ടിൽ കേരളത്തിൽ എവിടെയും എത്തിച്ചു തരും. ഒറ്റ ബാറ്ററി കേട്ടോ. പിന്നെ ഒരു ചാർജറും ഉണ്ടാവും. ഏത് ചാർജർ ചെയ്യുമ്പോൾ കൊടുക്കരുത്, ഈ ചാർജർ എന്നെ കണക്ട് ചെയ്യാവൂ. ഇത് 21 വോൾട്ടിൻ്റെ ചാർജറാണ്. ഇതാ 1 ആമ്പിയർ 21 വോൾട്ടിൻ്റെ ചാർജർ ഇതേ ഇതിൽ കൊടുക്കുക. അപ്പോൾ ഈ 21 കണ്ടാൽ അറിയാതെ എത്ര വോൾട്ടാണ്. 48 വോൾട്ടാണ് ഒരിക്കലും 21ൻ്റെ ചാർജർ അല്ലല്ലോ ഉണ്ടാവുക. അപ്പോൾ അത് അങ്ങനെ ഇതൊരു പെട്ടി ഇത്രയേ ഉള്ളൂ ഉണ്ടാവും, വേറെ ഒന്നുമില്ല. ഇത് ഓൺലൈനിൽ ഇപ്പോൾ 900 കണ്ടു, 1000 കണ്ടു, 1600 കണ്ടു, 1800 കണ്ടു, 1999 ആമസോണിൽ കണ്ട്. അങ്ങനെ വ്യത്യസ്ത പ്രൈസിൽ ആൾക്കാർ ഇത് വിൽക്കുന്നുണ്ട്. എങ്ങനെ അവർക്ക് അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ എനിക്കറിയില്ല. പിന്നെ 2000-നൊക്കെ എന്താ കൊടുക്കണത് അതും അറിയില്ല. നമ്മൾ വന്ന കാശ് അതിലൊരു മാർജിൻ ഇട്ടിട്ട് ആണ് ഇപ്പോൾ ഈ ഒരു പ്രൈസ് പറഞ്ഞ് 1200 രൂപ. അപ്പോൾ താഴത്തെ നമ്പറിൽ നിങ്ങൾ വിളിച്ചോളി, ഒരു നമ്പർ ഇടുന്നുണ്ട്. ഞാനിവിടെ ഏതൊരു പ്രോഡക്റ്റും ഇവിടെ കൊടുന്നു പരിശോധിച്ച് ടെസ്റ്റ് ചെയ്ത് ആ പൈസയ്ക്ക് അത് മൂല്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടാറുള്ളൂ. അതാണല്ലോ. അപ്പോൾ സോഫ്റ്റ്വെയറിൽ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ മൊത്തം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അല്ലേ എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ സിനാൻ്റെ നമ്പറാണ് ഞാൻ കൊടുക്കുന്നത്. ഇതെൻ്റെ അസിസ്റ്റൻ്റാണ്, കമ്പ്യൂട്ടർ സയൻസൊക്കെ പഠിച്ച കുട്ടി തന്നെയാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് എൻ്റെ കൂടെ ഉണ്ടാകും. പുള്ളി എൻ്റെ പാർട്ട്ണർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഇടുന്നുണ്ട്, സിനാൻ്റെ നമ്പർ ഇടും. നിങ്ങൾ സിനാനെ നേരെ വിളിച്ചോളി, അദ്ദേഹം അത് പാർസലാക്കിയിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരും. എങ്കിൽ സിനാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഫോൺ എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ ആളുണ്ട്. ഇനി നിങ്ങൾ നേരിട്ട് സോഫ്റ്റ്വെയറിലേക്ക് വരികയാണെങ്കിൽ എന്തെങ്കിലും ഇനിയും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ 1200 പറ്റാവുന്നത് എത്തിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ക്വാണ്ടിറ്റി ഒക്കെ വേണമെങ്കിൽ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നേരിട്ട് ഹോൾസെയിലായിട്ടും നേരിട്ടുള്ള ബിസിനസ് നിങ്ങൾ നേരിട്ട് കിൻഫ്രയിൽ വരിക. കാക്കഞ്ചേരി സോഫ്റ്റ്വെയർ ഞാൻ അഡ്രസ്സ് താഴെടുന്നുണ്ട്. ഒരെണ്ണം കൊറിയറായിട്ട് ഇന്ത്യയിൽ എവിടെ എത്തിച്ചേരും അല്ലേ, ഇന്ത്യയിൽ എവിടെ എത്തിച്ചേരും. ഓക്കെ, അപ്പോൾ അടുത്തൊരു പ്രൊഡക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും വരാം.